നമസ്കാരം. ലോക്സഭാ തിരഞ്ഞെടുപ്പിന്റെ ഫലം പുറത്തു വന്നിരിക്കുകയാണ്. കേന്ദ്രത്തിൽ എക്സിറ്റ് പോൾ ഫലങ്ങൾ സംഭവിക്കാതിരിക്കുകയും എന്നാൽ കേരളത്തിൽ അത് നടക്കുകയും ചെയ്ത കാഴ്ചയാണ് കാണുന്നത്. കേന്ദ്രത്തിൽ BJPക്ക് വലിയ തിരിച്ചടിയും എന്നാൽ ഇന്ത്യ സഖ്യത്തിന് വലിയ മുന്നേറ്റവും നേടാൻ സാധിച്ചു. കേരളത്തിൽ ഇടതുപക്ഷത്തിന് ഒരു സീറ്റ് മാത്രമാണ് ലഭിച്ചിട്ടുള്ളത്. അത് ആലത്തൂരാണ്. കഴിഞ്ഞ തവണയും കേരളത്തിൽ നിന്ന് ഒരു സീറ്റ് മാത്രമാണ് ലഭിച്ചിരുന്നത്, ആലപ്പുഴ. എന്നാൽ ആ സീറ്റ് നിലനിർത്താൻ CPMന് സാധിച്ചില്ല. പകരം ആലത്തൂരാണ് CPM വിജയിച്ചിരിക്കുന്നത്. ആറ്റിങ്ങലിൽ വി ജോയ് വലിയ മത്സരമാണ് കാഴ്ചവെച്ചത്. എങ്കിലും അവസാന ലാപ്പിൽ ചെറിയ മാർജിനിൽ തോൽക്കുകയാണ് ഉണ്ടായത്. CPMനേറ്റ വലിയ തിരിച്ചടിയും അവിശ്വസനീയവുമായ തോൽവി വടകരയിലെ ശൈലജ ടീച്ചറുടെ തോൽവിയാണ്. അതും 1,14,000 വോട്ടുകൾക്കാണ് അവർ തോറ്റിരിക്കുന്നത്. പാർട്ടിയെയും ടീച്ചറെയും സ്നേഹിക്കുന്നവർക്ക് വിഷമമായ തോൽവിയാണ് നടന്നിരിക്കുന്നത്. ഇത്ര വലിയ തോൽവിക്ക് പിന്നിൽ പാർട്ടിയുടെ തന്നെ കരങ്ങളുണ്ടോ എന്നും സാധാരണക്കാർ സംശയിക്കുന്നുണ്ട്. ജനങ്ങൾക്കിടയിലുണ്ടായിരുന്ന പാർട്ടിയുടെ എല്ലാ സ്വാധീന പ്രദേശങ്ങളിലും 1,00,000-ൽ പരം വോട്ടുകൾക്കാണ് പരാജയം നേരിട്ടിരിക്കുന്നത്. കണ്ണൂർ പോലും മനസ്സില്ലാ മനസ്സോടെ മത്സരിച്ച K. സുധാകരൻ 1,00,000-ൽ പരം വോട്ടുകൾക്ക് വിജയിച്ചതും CPMനും ഇടതുപക്ഷത്തിനും തിരിച്ചടിയാണ്. CPM പാർട്ടി കേരള നേതൃത്വം ഇതിനെല്ലാം അണികളോട് കണക്ക് പറയേണ്ടിയിരിക്കുന്നു. അതോടൊപ്പം കേരളത്തിൽ BJPയുടെ വലിയ മുന്നേറ്റമാണ് ഈ തിരഞ്ഞെടുപ്പിൽ കാണാൻ സാധിച്ചത്. തൃശ്ശൂരിൽ ചരിത്രത്തിലാദ്യമായി സുരേഷ് ഗോപിയിലൂടെ താമര വിരിഞ്ഞിരിക്കുകയാണ്. അതും വലിയ ഭൂരിപക്ഷത്തോടു കൂടിയാണ് സുരേഷ് ഗോപി വിജയിച്ചിരിക്കുന്നത്. 75,000 വോട്ടുകൾക്ക് ആണ് അദ്ദേഹം ജയിച്ചു കയറിയത്. ഇത് ഇടത് പാർട്ടികൾ ശ്രദ്ധിക്കേണ്ടതായിരിക്കുന്നു. കാരണം പടിപടിയായി BJP കേരളത്തിൽ കാലൂന്നുന്ന കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത്. തിരുവനന്തപുരത്ത് ഒരു വേള രാജീവ് ചന്ദ്രശേഖർ BJP സ്ഥാനാർത്ഥി വിജയിക്കുമെന്ന് തോന്നലുളവാക്കിയിരുന്നു. എന്നാൽ അവസാന ലാപ്പിൽ ശശി തരൂർ തിരിച്ചു വരികയായിരുന്നു. എന്തായാലും തിരുവനന്തപുരത്ത് 3-ാം സ്ഥാനത്തേക്ക് ഇടതുപക്ഷ സ്ഥാനാർത്ഥി പിന്തള്ളപ്പെടുകയും ചെയ്തു. എന്താണ് കേരളത്തിൽ CPMന് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? കഴിഞ്ഞ ലോക്സഭയിലും ഈ ലോക്സഭയിലും വെറും ഒരാളെ മാത്രം വിജയിപ്പിക്കുവാനാണ് ഇത്ര വലിയ സംഘടനാശക്തിയുള്ള പാർട്ടിക്ക് കഴിഞ്ഞിരിക്കുന്നത്. എന്നാൽ BJP തങ്ങളുടെ വോട്ട് വിഹിതം ഉയർത്തിക്കൊണ്ട് ഒരു സീറ്റും നേടിക്കൊണ്ട് കേരളത്തിൽ വേരുന്ന കാഴ്ചയും കാണാൻ സാധിച്ചിരിക്കുന്നു.